ഡേ 70 മേക്കിംഗ് 1 crore വിത്ത് 1 lakh. ഇന്ന് നമ്മളെ ചലഞ്ചിൻ്റെ 70ാമത്തെ ദിവസമാണ്. ഇന്ന് നമുക്ക് ഒരു ട്രേഡും നമ്മളെ സെറ്റപ്പ് പ്രകാരം ഒരു ട്രേഡും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു എൻട്രിയും പ്ലേസ് ചെയ്തിട്ടില്ല എന്ന്. സോ ഈ വീഡിയോയിൽ നമുക്കിപ്പോൾ ട്രേഡ് അപ്ഡേറ്റ് ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ P&L റിപ്പോർട്ട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിൻ്റെ P&L റിപ്പോർട്ടാണ് ഇതിൽ നമ്മൾ കാണിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. ഇന്നത്തെ മാർക്കറ്റിംഗ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. പൊതുവേ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. പക്ഷേ നമ്മളെ സെറ്റപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രിയിൽ നിന്ന് മാർക്കറ്റ് ട്രിഗർ ആയില്ല. ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ വെച്ചാൽ ഒരു 12 മണി 1 മണി ആ ടൈമിൽ നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ എൻട്രി എടുത്തില്ല. കുറച്ച് റിസ്ക് ആയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ എടുത്തില്ല. പിന്നെ പോരാത്തിന് സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ആ എൻട്രി എടുത്തില്ല. മൊബൈലിലാണ് കണ്ടത് ഈ ഒരു ഡൗൺ സൈഡ് ഫോൾ. ഇവിടുന്ന് ഈ ഒരു 5 മിനിറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തിട്ട് ഈ ഒരു ഡൗൺ സൈഡ് ഫോൾ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ എടുത്തില്ല. കാരണം ഒരു പ്രോപ്പർ അനലൈസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ മൊബൈൽ മാത്രമേ ഉള്ളൂ. അതിന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ആ ട്രേഡ് എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു എൻട്രി സെറ്റപ്പ് ഫോം ആവാത്തതുകൊണ്ട് നമ്മൾ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ പൊസിഷനിൽ നോക്കിയാൽ കാണാം ഒരു എൻട്രീസ് നമ്മൾ ഇന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. പൊസിഷൻ P&L ഇവിടെ നോക്കിയാൽ കാണാം 0 ആണ്. അപ്പോൾ നമ്മൾ എക്സലിൽ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഓൾറെഡി. ഡേ 70 11 ഏപ്രിൽ പ്രോഫിറ്റ് 0, പ്രോഫിറ്റ് ആൻഡ് ലോസ് 0 ഇട്ടാണ്. പിന്നെ ഇന്നലത്തെ ചാർജ് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും 104.93 ഇന്നലത്തെ ചാർജ് വരുന്നത്. സോ നമ്മൾ ഡേ 70 എൻഡ് ചെയ്യുമ്പോൾ 2307 രൂപ നെറ്റ് ലോസിലാണ് നിൽക്കുന്നത്. സോ ഇന്നത്തെ ട്രേഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ലോസിലാണെങ്കിൽ ബാലൻസ് വെച്ച് നോക്കിയാൽ കാണാൻ കഴിയും 1,02,2307 രൂപയോളം നമുക്ക് ഇനി എക്സ്ട്രാ അച്ചീവ് ചെയ്യാണ്ട്. സോ നമുക്ക് ഏതായാലും ഈ ചലഞ്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ഒരു മന്ത് ഏപ്രിൽ മന്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ന്യൂസും കാര്യങ്ങളും മാർക്കറ്റ് വാച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. വേറെ യു എസ് നിന്ന് ഒരുപാട് ന്യൂസ്, ട്രംപിൻ്റെ താരിഫ് ഹൈക്കിങ്, അതിനനുസരിച്ച് മാർക്കറ്റ് തോന്നിയ മാതിരിക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. നമ്മൾക്കൊരു നോർമലി ഒരു ന്യൂസൊന്നും ഇല്ലാത്ത ഒരു സമാധാനമായിരിക്കണം മാർക്കറ്റിൽ. നമ്മളെ സിസ്റ്റം പ്രകാരം നല്ല അടിപൊളി ട്രേഡ്സ് നമുക്ക് കിട്ടാറുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഇന്നും ട്രേഡ് ചെയ്യാൻ നോ പ്രോബ്ലം. കാരണം മാർക്കറ്റ് ഇത്രയും വോളറ്റൈലായിട്ട് നിൽക്കുമ്പോൾ മാക്സിമം ട്രേഡ്സ് അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇന്ത്യ വിക്സ് ഒക്കെ ഏകദേശം 22 ഇന്ന് നിൽക്കുന്നത്. സോ എൻട്രി എടുത്താലും നല്ല രീതിയിലുള്ള ഒരു റിസ്കി ട്രേഡ്സ് ആവും നമുക്ക് വരിക. സോ നോ പ്രോബ്ലം, നമുക്ക് എൻട്രി ഇല്ല. ഇനി ഏതായാലും നമ്മളെ P&L റിവ്യൂവിലേക്ക് കിടക്കാം. കാരണം നമ്മളെ ചാനൽ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ടുള്ള ആൾക്കാർ, ഇന്നിപ്പോൾ എന്തായാലും ഒരുപാട് പേർക്ക് അറിയുണ്ടാവില്ല പുതിയതായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ ഏകദേശം ട്രേഡിങ് ചെയ്യൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായെങ്കിലും സീരിയസ് ആയിട്ട് ഓപ്ഷൻ സെല്ലിങ് ഞാൻ ചെയ്തിരുന്നു. ഓപ്ഷൻ സെല്ലിങ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് സീരിയസ് ആയിട്ട് ചെയ്തിരുന്നത് അതിലൊരു ഹ്യൂജ് ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് ചെയ്തിരുന്നത്. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയത്. പിന്നെ അതിന് ശേഷമാണ് ഓപ്ഷൻ ബൈയിങ് ഏകദേശം 2 കൊല്ലമായിട്ട് നോക്കൽ തുടങ്ങിയതും. അതിന് ശേഷം 1 കൊല്ലമായിട്ട് ആക്റ്റീവായിട്ട് ഓപ്ഷൻ ബൈയിങ് ആയി ചെയ്യണുള്ളൂ. ഓപ്ഷൻ ബൈയിങ് ഏകദേശം 1 കൊല്ലമായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യണുള്ളൂ. സോ ഓപ്ഷൻ ബൈയിങ് ഞാൻ ചെയ്യൽ ഫയേഴ്സിലാണ്. ഓപ്ഷൻ സെല്ലിങ് ചെയ്യൽ ഞാൻ സെറോദയിലുണ്ട്. പിന്നെ അതേമാതിരി വേറെ ഒരു ബ്രോക്കറും കൂടി ചെയ്യുന്നുണ്ട്, അപ്സ്റ്റോക്ക് എന്ന് പറയും. ആ ബ്രോക്കറിലും കൂടിയാണ് ഓപ്ഷൻ സെല്ലിങ് ഞാൻ ചെയ്യൽ. ഇതിൽ നമുക്ക് P&L റിപ്പോർട്ട് പോയി നോക്കാം. ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഉണ്ട് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. റിപ്പോർട്ടിങ്ങിൽ ഫയേഴ്സ് മൈ അക്കൗണ്ട് നോക്കിയാൽ നമുക്ക് അക്കൗണ്ട് സെക്ഷനിൽ പോകും. അതിലിവിടെ റിപ്പോർട്ട് ഗ്ലോബൽ P&L സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഗ്ലോബൽ P&L സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ ഇവിടെ FIA 2025 ഇത് മാറ്റിയിട്ട് നമുക്ക് 2024 ആക്കാം. FIA 2024 ആക്കിയിട്ട് നമുക്ക് സെഗ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് ഡെറിവേറ്റീവിൻ്റെ റിപ്പോർട്ട് മാത്രം മതി. സോ ഡെറിവേറ്റീവ് ക്ലിക്ക് ചെയ്യാം. ഏകദേശം 1/4/2024 31/3/2025 വരെയാണ്. അങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ വരിക. ഏപ്രിൽ മുതൽ നെക്സ്റ്റ് മാർച്ച് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. സോ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. 5, 4, 3, 2, 1. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ 1/4/2024 മുതൽ 31/3/2025 കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം ഓപ്ഷൻ ബൈയിങ്ങിലൂടെ നമ്മൾ ട്രേഡ് ചെയ്ത് ബുക്ക് ചെയ്തത് 1,77,469 ബുക്ക് ചെയ്തത്. അതിൽ ചാർജസ് ഒക്കെ പോയിട്ട് 1,23,161 രൂപ ഉണ്ട്. അപ്പോൾ ട്രേഡ്സ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ താഴെ പോയാൽ നമുക്ക് അതിൻ്റെ ചാർജസിൻ്റെ എക്സ്പെൻസ് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ എക്സ്പെൻസ് 54,307 രൂപയോളം നമുക്ക് ചാർജ് ആയിട്ട് പോയിക്കണം. സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ടും STT ആയിട്ട് SEBI ചാർജസ്, ബ്രോക്കറേജ് ഒക്കെ കൂടി ആയിട്ട് നമുക്ക് ഏകദേശം 54,307 രൂപയോളം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വയ്ക്കണം. ബ്രോക്കറേജ് നല്ലൊരു എമൗണ്ട് ഉണ്ട്. 32,040 രൂപയോളം നമുക്ക് ബ്രോക്കറേജ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ P&L ആയിട്ട് ബുക്ക് ചെയ്തത്. ഇതിൻ്റെ ഏകദേശം ക്യാപിറ്റൽ എത്രയെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത ക്യാപിറ്റൽ ഇതിലൊരു അപ്രോക്സിമേറ്റ് ഒരു 1.5 lakhs ആണ് യൂസ് ചെയ്തത്. അതിൽ ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം വിഡ്രോവലും ആഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 1.5 lakhs ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 മിനിറ്റ്.
സോ 1.5 ലാക്ക് ആകുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഉള്ളത് നോക്കാം. നമ്മൾ ഏകദേശം 1.5 ലാക്സ് ആകുമ്പോൾ ഇപ്പോൾ ടോട്ടൽ പി എൻ 1,23,161 1,23,161 ഡിവൈഡഡ് ബൈ നമ്മൾ 1.5 ലാക്സ് ആണ് യൂസ് ചെയ്തത്. സോ 1.5 ലാക്സാണ് യൂസ് ചെയ്തത് ഇൻറ്റു 100. ഏകദേശം നമ്മുടെ ക്യാപിറ്റലിൻ്റെ 82% ആണ് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ബുക്ക് ചെയ്തത് ഓപ്ഷൻ ബൈയിങ്ങിലൂടെ. സോ 82% എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹ്യൂജ് നമ്പറാണ്. ശരിക്കും നമ്മൾ നോർമലായിട്ട് ഒരു ട്രേഡിങ്ങിൽ കൂടി ഇത്രയും ബൾക്ക് എമൗണ്ട് ഒന്നും നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ശരിക്കും ഒരു നോർമൽ നമ്മളൊരു വിൻ റേറ്റ് എന്നുള്ളത് നമ്മൾക്ക് ഏകദേശം ഇപ്പം പേഴ്സണലി ഞാൻ തന്നെ ഒരു ടാർഗറ്റ് വെക്കുന്നത് ഒരു 5% മന്ത്ലി എന്നുള്ള ഒരു ലെവലിലാണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത്. അങ്ങനെ തന്നെ പോയാലും 60% ആണ്. പക്ഷേ 60% ശരിക്കും ഓവറാണ്. 60% എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു 1 ഇയറിൽ നമ്മൾ 60% ആണ് ബുക്ക് ചെയ്യുക. ചില എക്സാമ്പിൾ പറയുന്നത് ഒരു 1 ലാക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 60,000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള ഒരു ലെവലിലെത്തും. സോ ഇതാണ് ഇതിൻ്റെ ഒരു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ PL റിപ്പോർട്ട്. ഇതിപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും ഇതേമാതിരിക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീൽഡാണ്. നമ്മൾ പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡും ക്യാപിറ്റൽ മാനേജ്മെൻറ്റും സിസ്റ്റം ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോഫിറ്റ് തരേണ്ടത് മാർക്കറ്റാണ്. മാർക്കറ്റ് നമ്മളെ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയാൽ നമുക്ക് ആ ഒരു ഇയർ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് കുറയും, ചിലപ്പോൾ ലോസിലേക്ക് പോകും. സോ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 82% എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ തന്നെയാണ് ശരിക്കും. കാരണം ഒരു നോർമൽ ട്രേഡർ ഇത്ര ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ശരിക്കും ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു കാൽക്കുലേഷൻക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി തരാം. ഈ 82% എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹ്യൂജ് നമ്പറാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഇതിലുള്ള ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എടുത്താലും ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൻ്റെ 82% നമ്മൾ റിട്ടേൺ മേക്ക് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും ഒരു ഹ്യൂജ് നമ്പറാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് കൊണ്ടുപോയിടുകയാണെങ്കിൽ നമുക്കൊരു 3 to 4% ആണ് റിട്ടേൺ കിട്ടുക. റിട്ടേൺ എന്ന് വിചാരിച്ചാൽ ഇൻട്രസ്റ്റും ആയിരിക്കും. പിന്നെ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇടുന്നുണ്ടെങ്കിൽ ഒരു 6 to 7%. ഇനി വല്ല ബോണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏറിയ ഒരു 12%, 10 to 12. ഇനി ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടുക? ഒരു പോയാലും ഒരു 10 to 13, 14 ആ ഒരു റേഞ്ചാണ് ഗോൾഡിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. ഇതൊക്കെ ഞാൻ ഒരു ആവറേജ് കണക്കായിട്ട് പറയും. ഇനിയിപ്പോൾ അതും പോയി നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഒരു എല്ലാ ടൈപ്പ് മ്യൂച്വൽ ഫണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാം, ഒരു 12 to 25-30% എന്ന് പറയാം ഒരു ആവറേജ്. അതിൻ്റെ മേലൊന്നും മ്യൂച്വൽ ഫണ്ടൊന്നും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് മ്യൂച്വൽ ഫണ്ട് എന്നാണ്. ആ മ്യൂച്വൽ ഫണ്ട് വരെ നമുക്ക് 30% കിട്ടുള്ളൂ. അപ്പോൾ ഈ 82% എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ഹ്യൂജ് നമ്പറാണ്. ഞാനൊരു ആവറേജ് ഓപ്ഷൻ ബൈയിങ് ഒരു മന്ത്ലി ഒരു 5% മാത്രമാണ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത്. മാക്സിമം ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ വെച്ചാൽ ഒരു എക്സ്പെക്ടേഷൻ വെക്കണം. മിനിമം നമുക്കിപ്പോൾ ഒരു മാക്സിമം ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് എടുക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 5% ആണ്. ആ 5% വെച്ച് നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും ഏകദേശം 5% ഒരു 12 മന്ത് വരുന്നുണ്ട് നമുക്ക് 1 ഇയറിൽ. അത് ഏകദേശം 12 മന്ത് അടിക്കുമ്പോൾ ഏകദേശം 60% നമുക്ക് റിട്ടേൺ കിട്ടും. ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് 60% ഇപ്പോൾ ഒരു നോർമൽ ഒരാൾക്ക് ഒരു 1 ലക്ഷം ഉറുപ്പിക ഇട്ട ഒരു കൊല്ലത്തിൽ നമുക്ക് ട്രേഡ് ചെയ്ത് ആകെ 60% കിട്ടുള്ളൂ എന്നുള്ള ഒരു തോട്ട് വന്നേക്കാം. അതിന് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സ്കെയിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ കണക്കൂട്ടണം. അതിൻ്റെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്ററിൽ കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് ഇതിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു കോമ്പൗണ്ടിങ് ലെവൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര എമൗണ്ട് വരും എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെപ്പോഴും ലോങ്ങർ ടൈം ഫ്രെയിമിൽ ചിന്തിക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ 60% എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു ചെറിയ എമൗണ്ട് ആവും. പക്ഷേ അതിൻ്റെ ഒരു എത്ര എമൗണ്ട് വരും എന്നുള്ളത് അതിൻ്റെ ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ ചിന്തിക്കുമ്പോൾ എത്ര എമൗണ്ട് വരും എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു എക്സാമ്പിൾ 1 lakh ആണ് കൊടുക്കണം. ഒരു എക്സാമ്പിൾ 1 lakh ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുത്തത്. അതിൽ നമ്മൾ നമുക്ക് റിട്ടേൺ മന്ത്ലി കോമ്പൗണ്ടിങ് വേണ്ട, നമുക്ക് ആനുവൽ കോമ്പൗണ്ടിങ്ങിന് വെക്കാം. ആനുവൽ കോമ്പൗണ്ടിങ് നമ്മളിപ്പോൾ ഒരു 60% അടിക്കാം. ഒരു 60% അടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിവിടെ ഒരു 10 ഇയർ കൊടുക്കുകയാണ്. എക്സ്ട്രാ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു 1 lakh നമ്മളൊരു 1 ഇയറിൽ ഒരു 60% ഗ്രോത്ത് റേറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ കിട്ടുന്ന ലെവലിൽ നമ്മളൊരു 10 ഇയർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതിൽ തന്നിട്ട് കോമ്പൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ആവുമെന്ന് നമുക്ക് കാണിച്ചു തരാം. വേണ്ടോ, ഈ 1 lakh നമ്മൾ 10 വർഷം നമ്മൾ കോമ്പൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഏകദേശം 3,48,00,000 രൂപകളായി. ഈ 60% ആനുവൽ കോമ്പൗണ്ടിങ് ഉള്ള റേറ്റാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായില്ല നിങ്ങൾക്ക്. കാരണം അത്രയും എമൗണ്ട് കോമ്പൗണ്ടിങ്ങിൽ അത്രയും ഒരു പവർ ഉണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ എമൗണ്ട് ആയിരിക്കും. ആക്ച്വലി പ്രോപ്പറായിട്ട് 60% നമ്മൾ ഇയർലി മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ 60% ഒക്കെ ശരിക്കും തന്നെ ഒരു ഓവറാണ്. ശരിക്കും അത്രയും ഹൈ റിട്ടേൺ ആണ് ശരിക്കും ഈ ട്രേഡിങ്ങിലൂടെ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു ബിസിനസ്
ബിസിനസ് റൺ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് റിലയൻസിൻ്റെതും ഒക്കെ ഒരു ROE ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും 8 to 9% ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി പോലും മേക്ക് ചെയ്യുന്നത് 8 to 9%. നമ്മൾ ആ സ്ഥലത്താണ് ഇവിടെ ഏകദേശം 60%. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇയറിൽ 82% ഞാൻ ബുക്ക് ചെയ്തത്. ഒരു ആവറേജ് ഞാൻ ടാർഗറ്റ് വെക്കുന്നത് 60% എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഇപ്പോൾ ചെറിയ എമൗണ്ട് ആയിട്ട് ചെയ്യുന്ന ഈ എമൗണ്ട് നമ്മൾ എമൗണ്ട് ബൾക്കായി വെച്ചാൽ കോമ്പൗണ്ട് ചെയ്ത് വലിയ എമൗണ്ടിലും ഇതേ ഒരു ഇതിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടും എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് ട്രേഡിങ്ങിലൂടെ ഉള്ളത്. സോ അതേമാതിരിക്ക് പോസിബിലിറ്റി ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യം നടക്കും. കാരണം ട്രേഡിങ് എല്ലാ ടൈമിലും ഒരേമാതിരിക്ക് ആയിക്കൊള്ളണം എന്നില്ല. എപ്പോഴും ചില ടൈമിൽ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് മാറുമ്പോഴും നമ്മുടെ സിസ്റ്റത്തിന് പ്രോബ്ലംസ് വരാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇത് ട്രേഡിങ് കൂടി നടക്കും. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്ത് പോകുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരു 15 വർഷം കൊടുക്കണം. 15 വർഷം കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയും എത്ര എമൗണ്ട് വരുന്നത്. ഏകദേശം 65 കോടി രൂപയൊക്കെയാണ് ഒരു 15 വർഷം കഴിയുമ്പോഴത്തേന് ഈ 60% CAGR ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊരിത്. അപ്പോൾ ശരിക്കും ഈ ഹയർ എമൗണ്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ 60% ഒന്നും നോക്കൂല. കാരണം നമ്മൾ റിസ്ക് കുറച്ചിട്ട് ചെറിയൊരു റിട്ടേൺ കിട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ കോമ്പൗണ്ടഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇത് വലിയൊരു എമൗണ്ട് ആണ്. സോ അപ്പോൾ ഇതാണ് നമ്മൾ PNL. ഞാൻ ഏതായാലും ഈ PNLൻ്റെ വെരിഫൈഡ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെരിഫൈഡ് PNLൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ ഈ ഗ്രോസ് PNL ആവും കാണുക. ചാർജ് കുറഞ്ഞിട്ടുള്ള PNL നിങ്ങൾക്ക് കാണൂല, ഈ ഒരു PNL ആവും കാണുക. സോ അത് വെരിഫൈഡ് PNL ഞാൻ കൊടുക്കാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സോ ട്രേഡിങ് റിസ്ക് ആണ്, അതേമാതിരിക്ക് റിവാർഡ് ഉണ്ട്. എത്രത്തോളം റിസ്ക് ഉണ്ടോ അത്രത്തോളം റിവാർഡും കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ്. സോ നോക്കിയും കണ്ടും ചെയ്യാൻ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിങ് ചെയ്യുക. എപ്പോഴും ഡയറക്റ്റ് മാർക്കറ്റിൽ ഇമോഷൻ വെച്ചിട്ടൊന്നും കളിക്കാതെ ഡയറക്റ്റ് ഫുള്ളി അനലൈസ് ചെയ്തിട്ട് മാക്സിമം നമ്മളൊരു സിസ്റ്റം മേക്ക് ചെയ്തിട്ട് ആ സിസ്റ്റത്തിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ്ങർ ടൈം ഫ്രെയിമിൽ നിന്ന് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഉറപ്പാണ്. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞവർക്ക് ഒരു മന്ത്ലി ടാർഗറ്റ് ഞാൻ 5% പറഞ്ഞു. പക്ഷേ അത് എനിക്ക് എല്ലാ മാസമൊന്നും അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മുടെ ഒരു ആവറേജാണ് 5%. അപ്പോൾ വെച്ചാൽ ഒരു 10-12 ഇപ്പോൾ ഒരു കൊല്ലം എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാസം നമുക്ക് കുറച്ച് എക്സ്ട്രാ കിട്ടിയാൽ മതി. ഇപ്പോൾ ഒരു മാസം ചിലപ്പോൾ ഒരു നമ്മുടെ സിസ്റ്റം അടിപൊളിയായി വർക്ക് ചെയ്ത് ഒരു 30-40% കിട്ടും. അപ്പോൾ അത് വെച്ച് ബാക്കിയുള്ള ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് 2 മാസമൊക്കെ ഏകദേശം ചെറിയ പെർസെൻറ്റേജ് റിട്ടേൺ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടി ആവറേജ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 5 to 6% കിട്ടുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ. സോ ഏതായാലും ഞാൻ ഇത് റിവീൽ ചെയ്ത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ഇതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനെ പറ്റിയിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നമ്മുടെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചാനലിൽ ഡെയിലി നമ്മളൊരു ചലഞ്ച് മാതിരിക്ക് ഒരു 1 lakh എങ്ങനെ 1 crore മേക്ക് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് നമ്മൾ ബേസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ബേസ് ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയാൽ ഏകദേശം നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഐഡിയയും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ചാനലിലൊന്ന് കയറി നോക്കുക. സോ നിങ്ങൾ PNL റിപ്പോർട്ടൊക്കെ കണ്ടല്ലോ. സോ ട്രേഡിംഗ് എന്ന് വെച്ചാൽ ഒരു റിസ്ക് ഉള്ള ഒരു പരിപാടി തന്നെയാണ് ഈ ട്രേഡിംഗ് എന്ന് വെച്ചാൽ. പക്ഷേ അതിലൊരു പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തിട്ട് റിസ്ക് റിവാർഡും ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റം ബേസ് ചെയ്ത് നമ്മൾ എൻട്രി എക്സിറ്റ് എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അതെല്ലാവരും ഓർക്കുക. കാരണം പ്രോപ്പറായിട്ട് റിസ്ക് റിവാർഡ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, അതേമാതിരി ഒരു സിസ്റ്റം, ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പറായിട്ട് ഈ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ഇത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്ക് വെച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിന് ആ ഒരു ടോപ്പിക്ക് വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ചലഞ്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നവരെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ മുഗു മെട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.